Okay, Anju? Yes. Let us start. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ലെറ്ററിനെ കുറിച്ചല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ആരാണ് പ്രയർ? ഞാനാണ് സാർ, സുജിത. പറഞ്ഞോളൂ സുജിത. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവദിതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. Yes. Sign on. Sign in. Yes, good afternoon, sir. Yes, good afternoon. Hello, classmates and teacher. Welcome to today's class. Let's shine bright, learn with passion, and make today unforgettable. I hope the class will be great and successful. I hope you will enjoy the class. I pass on to Noora to say thought of the day. Thank you. Okay. Any thought of the day? Thought of the day? Noora. Hello sir, thought of the day parayta. Yes. Good morning sir. Thought of the day. Education is not learning of facts but the training of the mind to think. Albert Einstein. വിദ്യാഭ്യാസം എന്നത് വസ്തുതകളുടെ പഠനമല്ല, മറിച്ച് മനസ്സുകളെ ചിന്തിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നതാണ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു തോട്ടാണ് അല്ലെ? മനസ്സുകൾക്ക് ശക്തി ഉണ്ടാവുക, ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ലെറ്റ് us come to കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ലെറ്ററിനെ കുറിച്ചാണ്. ലെറ്റർ അല്ല, ഐ എം സോറി, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ലെറ്റർ റൈറ്റിംഗ് ഒരു സ്റ്റോറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇല്ലേ? യെസ്. ഓക്കെ, സ്റ്റോറി. ഓക്കെ ഓക്കെ ഓക്കെ. വി ഡിസ്കസ് ദ സ്റ്റോറി ഓഫ് എ പെയിന്റർ ആൻഡ് എ ഫാർമർ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ക്രിയേറ്റിവിറ്റി, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത്. അത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേയില് നൂറ പറഞ്ഞതുപോലെ ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു കാര്യമാണ് നോക്കുന്നത്. യൂണിറ്റ് 13-ലെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന സംഖ്യയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. തസ്നി ഷമീർ. തസ്നി. Yes. Yes. How are you, Tasni? Fine. Okay, very good, very good, very good. Okay, okay. Which is your favorite color? Tasni, bole. പോയില്ല സാർ. അത് കട്ടായിട്ട് കാണിക്കുന്നു. ഓക്കെ. Which is your favorite color, Tasni? Yellow. Yellow. Yes, very good color, very good color. Okay, 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 okay. What is your favorite ice cream flavor? Strawberry. Yeah? Strawberry. Strawberry. Okay, okay, okay. Very good, very good. Look എന്ന് പറയുന്ന വാക്കുണ്ട്. LOOK. Look. Look എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ല ഇംഗ്ലീഷിൽ. LOOK. Look. ഓക്കെ. അപ്പൊ പറയുന്നത് ലുക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നോക്കുക. നോക്കുക. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. യുവർ ആൻസർ ഈസ് കറക്റ്റ്. അത് ഉറപ്പട്ടെ.
വേറൊരു വേർഡ് പറയുന്നത് AFTER, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ? എങ്ങനാ? AFTER, ആഫ്റ്റർ. ആഫ്റ്റർ, ശേഷം. ശേഷം. ഓക്കെ, വെരി ഗുഡ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. അപ്പോ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നോക്കിയതിനു ശേഷം. നോക്കിയതിനു ശേഷം. ഓക്കെ, ഞാനിത് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും. എന്താണ് ഫ്രേസൽ വെർബ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്തു. നോക്കുക, ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഷോണിമ, ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കുക. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നല്ല മനസ്സുള്ളത് കൊണ്ടും വേറെ ദുഷ്ടചാരതയൊന്നും തസ്നിയുടെ മനസ്സില്ലാത്തതുകൊണ്ടും ഉള്ള സത്യം പറഞ്ഞു ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നോക്കിയ ശേഷം. പക്ഷെ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയ ശേഷം എന്നല്ല, ആൻസിയുടെ പറഞ്ഞ പോലെ ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നർത്ഥം. ഇങ്ങനെ ഉള്ള സംഗതിയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്രേസൽ വെർബ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെറുതെ ചോദിച്ചത്. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡും വേണമെങ്കിൽ ഒരു പ്രിപ്പോസിഷനും ആവാം. അത് കൂടി ചേരുമ്പോൾ ആ രണ്ട് വേർഡും അല്ലാത്ത മൂന്നാമതൊരു അർത്ഥം അതിന് കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ഫ്രേസൽ വെർബ്? ഫ്രേസൽ വെർബ് ഈസ് എ വെർബ് കണക്റ്റഡ് വിത്ത് അനദർ വേർഡ്. അതിനെ വേറൊരു വേർഡും കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്താ പറയാ, ഫ്രേസൽ വെർബ് എന്ന് പറയാം. ഫ്രേസൽ വെർബ്. അപ്പോ സംരക്ഷിക്കുക എന്നുള്ളൊരു PROTECT, പ്രൊട്ടക്ട് എന്നർത്ഥമുണ്ട്. പ്രൊട്ടക്ട്, സംരക്ഷിക്കുക. അതേ അർത്ഥം തന്നെയാണ് എന്ത് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രൊട്ടക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ അത് ഫ്രേസൽ വെർബ് അറിയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്രേസൽ വെർബ്. അപ്പോൾ വാട്ട് ഈസ് മീൻസ് ഫ്രേസൽ വെർബ്? ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ വെർബ്. അത് കഴിഞ്ഞതിന് ശേഷം ആ വെർബിന്റെ കൂടെ ഒരു പാർട്ടിസിപ്പിളോ ഒരു പ്രിപ്പോസിഷനോ ആൻഡ് എന്തെങ്കിലും കൂടെ ഉണ്ടാവും. അതുകൂടി ചേരുമ്പോൾ അതിന് മൂന്നാമതൊരു അർത്ഥം വൈകേണ്ടി വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഫ്രേസൽ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രേസൽ വെർബിനെ കുറിച്ചാണ്. അപ്പോ സം കോമൺ ഫ്രേസൽ വെർബ്സ് ഗിവൺ. അതിന്റെ അകത്ത് ചില സ്ഥലത്തൊക്കെ പ്രിന്റിങ്ങിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്ക് പോണ വഴിക്ക് കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ഷഫീന CS. Yes, sir. വെരി ഗുഡ്. ഓക്കെ ഷഫീന, ഇവിടെ ഒരു 1 മുതൽ 5 വരെയുള്ള ഒരു ഫ്രേസൽ വെർബ് ഒന്ന് വായിക്കുക, എന്റെ അർത്ഥം പറയാം. First one, break away. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക് നമുക്ക് വേറെ ഒന്നുണ്ട്, പൊട്ടിച്ചു എന്നൊക്കെ പറയും. ബ്രേക്ക് എവേ എന്ന് പറഞ്ഞൊരു മീനിങ് എന്താണ് കൊടുത്തത്? അതുകൊണ്ട് രക്ഷപ്പെടുക. ബ്രേക്ക് എവേ, എസ്കേപ്പ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ എങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് the thief escaped from the police. എസ്കേപ്പ് എന്നുള്ള അടിയൊന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയും ആ എസ്കേപ്പ് മാറ്റിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബില് ഏതാണോ കറക്റ്റ് ഇതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് അത് ഉപയോഗിക്കാൻ പറയും. അപ്പൊ ബ്രേക്ക് എവേ ഉണ്ടാവാം, ബ്രേക്ക് ഇൻടു ഉണ്ടാവാം, ബ്രേക്ക് ഓഫ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിനെ ചോദ്യം വരിക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ വാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഷഫീനയെ ക്ഷണിക്കുകയാണ്. ബ്രേക്ക് ഡൗൺ മീനിങ് പറയും. ഡിസ്ട്രോയ് ഓർ ഡിഫീറ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഡിസ്ട്രോയ്, നശിപ്പിക്കുക, തകർക്കുക എന്നൊക്കെയാണ് ബ്രേക്ക് ഡൗണിന്റെ അർത്ഥം. ഓക്കെ, അത് നമുക്ക് പരിചയം ഉണ്ടാകും. അതായത് വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പറയാറുണ്ട്. ബ്രേക്ക് ഡൗൺ, വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നുള്ളതാണ് ആ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ വായിച്ചു. ബ്രേക്ക് ഇൻടു. ബ്രേക്ക് ഇൻടു പറയൂ. എൻ്റർ ബൈ ഫോഴ്സ്. എന്താണ് എൻ്റർ ബൈ ഫോഴ്സ്?
ബലമായി അകത്ത് കിടക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് ഇൻ ടു. ബലമായി അകത്ത് കിടക്കുക. ഓക്കെ, അടുത്തത് ബ്രേക്ക് ഓഫ്. ബ്രേക്ക് ഓഫ്. ബ്രേക്ക് ഓഫിന്റെ അടുത്താണ് എൻഡ് ഓർ ടെർമിനേറ്റ്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം, ടെർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം തന്നെയാണ് അർത്ഥം കേട്ടോ. അവസാനിക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം. ഇത് ഈ പോലീസുകാർ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ് ബ്രേക്ക് ഓഫ്. അതായത് അവരെവിടെയെങ്കിലും കൂടി നിൽക്കുകയാണെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നമുക്കൊന്നും ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൂടാം എന്ന് പറയുന്നത് ബ്രേക്ക് ഓഫ്. ഓക്കെ, അടുത്തത് ബ്രേക്ക് ഔട്ട് ടു. ബ്രേക്ക് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട് മതി. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ബിഗിൻ സഡൻലി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ബിഗിൻ ആരംഭിക്കുക, സ്റ്റാർട്ട്. സഡൻലി പെട്ടെന്ന് ആരംഭിക്കുക. ഓക്കെ ഓക്കെ. ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളതിന്റെ ഒരു ഫ്രേസൽ വെർബാണ് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട്. ഓക്കെ ഓക്കെ ഷഫീന, വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. അഞ്ജു കെ വൈ. അഞ്ജു കെ വൈ. അഞ്ജു. Hello, sir. ഓക്കെ, ഹലോ അഞ്ജു. 6 ഒടിയും താഴേക്ക് വായിച്ചു. Break thought. ബ്രേക്ക് ത്രൂ ആണ്, THROUGH ആണ്. അത് സ്പെല്ലിംഗിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. ബ്രേക്ക് ദോ അല്ല, ബ്രേക്ക് ത്രൂ. വായിച്ചു. Break thought. Force away thought. Truth. A way through. കറക്റ്റാണ്. A way through. ഫോഴ്സ് എ വേ ത്രൂ, ബലമായി ഒരു വഴി ഉണ്ടാക്കുക. അതിനെയാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ബ്രേക്ക് ത്രൂ, ഫോഴ്സ് എ വേ ത്രൂ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Break up. Divide into similar pieces. Smaller pieces. സ്മോളർ പീസസ്. ഡിവൈഡ് മുറിക്കുക. ഇൻടു സ്മോളർ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിനെ പറയുന്ന ഫ്രേസൽ വെർബാണ് എന്ത്? ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ഈസ് ഡിവൈഡ്, മുറിക്കുക. ഇൻടു സ്മോളർ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. ഓക്കെ, അടുത്തത് Break about. ബ്രേക്ക് എബൌട്ട് എന്ന് വെച്ചാൽ എന്താണ്? To cause. കോസ്. Bring about. Bring about. Bring about. ക്ലിയർ ആയില്ല. Sir, bring about. ഓക്കെ ഓക്കെ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. നേരത്തെ ആ ഫ്ലോയിൽ ഇങ്ങോട്ട് പറഞ്ഞു വന്നത് അല്ലേ? ഓക്കെ അഞ്ജു, ഇത് ബ്രിങ് ആണ്. ബ്രിങ് അബൌട്ട്. ഓക്കെ Bring about. To cause. കോസ് എന്ന് പറഞ്ഞാല് കാരണമാവുക. ടു കോസ്, കാരണമാവുക. ബ്രിങ് അബൌട്ട് മീൻസ് ടു കോസ്. അടുത്തത് Bring back. ബ്രിങ് ബാക്ക്. To return. Cause to return. ടു റിട്ടേൺ, മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ കോസ് ടു റിട്ടേൺ, മടക്കുവാൻ കാരണമാവുക. മടക്കുവാൻ കാരണമാവുക അല്ലെങ്കിൽ മടക്കുക. യെസ്, ടു റിട്ടേൺ ഓർ കോസ് ടു റിട്ടേൺ. Bring down. ബ്രിങ് ഡൗൺ. Cause to come down. Cause ഡൗൺ. for. കോസ് ഫോർ. കോസ് കാരണമാവുക. ടു കം ഡൗൺ, കുറയാൻ കാരണമാവുക. അതാണ് ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞ വേണ്ടത്. കുറയുവാനായിട്ട് കാരണമാവുക അല്ലെങ്കിൽ കുറയാനുള്ള കാരണം. യെസ്, ഇതാണ് ബ്രിങ് ഡൗൺ എന്ന് പറയുന്ന വീടിന്റെ അർത്ഥം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അഞ്ജു, വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Okay, thank you, sir. ഓക്കെ. ഓജസ് ചക്കോ. ഓജസ്. യെസ്. അപ്പൊ ഓജസ് ചാക്കോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ അകത്ത് അടുത്തൊരാളെ വിളിക്കില്ല. അടുത്ത ആരും വരാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്? ആർക്കെങ്കിലും ഒരാൾ പറയും.
ഞാൻ വായിക്കാൻ ചിലവെന്ന് പറയും. ഞാൻ വായിക്കട്ടെ സർ. ഓക്കെ ആദ്യം പറഞ്ഞാണ് വായിച്ചോളൂ. അത് അടുത്ത് ഇതിന് ശേഷമുള്ളതാണ്. പറഞ്ഞോളൂ. ബ്രിങ് ഇൻ. ഓക്കെ 11 മുതൽ 15 വരെ വായിക്കാം കേട്ടോ. ബ്രിങ് ഇൻ, എയിം ഓർ സേവ്. ഓക്കെ ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. നേടുക, സേവ്, എയിം ഓർ സേവ്. സമ്പാദിക്കുക അല്ലെ? നേടുക അല്ലെങ്കിൽ സമ്പാദിക്കുക. ഓക്കെ അടുത്തത് 12ാമത്തെ. ബ്രിങ് ഔട്ട്. ബ്രിങ് ഔട്ട്. പ്രൊഡ്യൂസ്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. വെരി ഗുഡ്. നിർമ്മിക്കുക, ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ വെരി ഗുഡ്. അടുത്തത് ബ്രിങ് അണ്ടർ. പറഞ്ഞോ. ടു കൺട്രോൾ ആൻഡ് ഡിഫീറ്റ്. ടു കൺട്രോൾ ആൻഡ് ഡിഫീറ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്ന് പറഞ്ഞേ. നിയന്ത്രിക്കുക എന്നാണ്. അതല്ലേ, കറക്റ്റ് ആണ്. ടു കൺട്രോൾ ആൻഡ് ഡിഫീറ്റ് അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക, നിയന്ത്രിക്കുക. ഓക്കെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാതെ നമ്മൾ പറയാറില്ലേ? Bring up. To educate and care for kids. സംരക്ഷിക്കുക. കുട്ടികളെ സംരക്ഷിക്കുകയോ കുട്ടികളെ പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയുന്ന വേർഡാണ് ബ്രിങ് അപ്പ്. കൊണ്ടുവരിക എന്നർത്ഥമാണ്. ഓക്കെ അടുത്തത് കോൾ അറ്റ്. കോൾ ഓൺ. വിസിറ്റ് എ പ്ലേസ് ഓർ വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ ഇവിടെ കാര്യം ശ്രദ്ധിച്ചേക്കാം. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് സെയിം അർത്ഥമാണ്. വിസിറ്റ് എന്നാണ്, സന്ദർശിക്കാനാണ്. ആ വിസിറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെയാണെങ്കിൽ കോൾ ഓൺ എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ കോൾഡ് ഓൺ അഞ്ജു കേവൈ. അല്ല, ഐ കോൾഡ് ഓൺ അഞ്ജു കേവൈ. അപ്പൊ ഞാൻ കണ്ടത് ആരെയാണ്? അഞ്ജു കേവൈനാണ് വന്ന് കണ്ടത്. നേരെ മറിച്ച് ഞാൻ പോയത് മണ്ണാർക്കാടാണ്. അപ്പൊ ഇത് പറയും ഐ കോൾഡ്. അപ്പൊ കോൾ എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഓൺ വേണോ അല്ലെങ്കിൽ അറ്റ് വേണോ എന്നുള്ളത് ആരെയാണ് സന്ദർശിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷമേ പറയാം. അതുപോലെ തന്നെ കൂടെ പോകുന്ന വേറൊരു വാക്കാണ് എഗ്രി. വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഇപ്പോ തസ്നി ഒരു കാര്യം പറഞ്ഞു. തസ്നി പറഞ്ഞ കാര്യം വളരെ നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തസ്നിയോട് ഇഷ്ടമല്ല. വെറുതെ പറഞ്ഞേണ്ടത് തസ്നി നല്ല വച്ചാണ്. തസ്നി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് തസ്നിയോട് ഇഷ്ടമല്ല. അപ്പൊ എന്ത് പറയും? ഐ എഗ്രി ടു യു എന്ന് പറയും. നേരെ മറിച്ച് തസ്നി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ തസ്നി എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഐ എഗ്രി വിത്ത് യു എന്ന് പറയും. അപ്പൊ എഗ്രി എന്നുള്ളതിന്റെ കൂടെ വിത്ത് വരും, ടു വരും. എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഒരു വ്യക്തിയോടാണ് നമുക്ക് എഗ്രി ചെയ്യുന്നതെങ്കിൽ അവിടെ വിത്ത് വരും. അയാളുടെ ഒരു ഐഡിയയോടോ ഒരു പ്രോജക്റ്റിനോടോ ഒരു പ്രൊപ്പോസലിനോടോ ആണെങ്കിൽ ടു വരും. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അടുത്ത് വായിച്ചോളൂ. എത്ര 20 വരെയില്ലേ? ഓക്കെ വായിച്ചോളൂ. യെസ്, വായിച്ചോണ്ടിരുന്നാൽ പോയോ? വായിക്കാം സർ. Call upon. Ask to do something. യെസ്, എവിടെ ഏതാണ് വായിക്കുന്നത്? 16. 16ാമത്തെ. ഓക്കെ കോൾ അപ്പോൺ. ഓക്കെ സോറി. ആസ്ക് ടു ഡു സംതിങ്. എനിക്കറിയില്ല സർ. ആസ്ക് പറയുക. ടു ഡു സംതിങ് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുക. അതിനെയാണ് കോൾ അപ്പോൺ എന്ന് പറയുന്നത്. കോൾ അപ്പോൺ മീൻസ് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുക, എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പറയുക. അതിനെയാണ് കോൾ അപ്പോൺ. അടുത്തത് Call for. Demand. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിമാൻഡ് മീൻസ് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കുക, അല്ലെങ്കിൽ വിളിക്കുക എന്നർത്ഥമുണ്ട്. ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് വിളിക്കുക എന്നർത്ഥമുണ്ട്, നിർദ്ദേശിക്കുക എന്നർത്ഥമുണ്ട്. ഓക്കെ അടുത്തത് ക്യാരി ഓൺ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂ. അർത്ഥം പിടിയിട്ടില്ല. ഓക്കെ അടുത്ത് വായിച്ചോ. ക്യാരി ഔട്ട്. ക്യാരി ഔട്ട്.
For fulfill or execute. For fulfill. Fulfill എന്ന് പറഞ്ഞാല് പൂർത്തിയാക്കുക കേട്ടാ. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക. അപ്പൊ ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർത്തിയാക്കുക എന്നർത്ഥമുണ്ട്. എക്സിക്യൂട്ട് നടപ്പിലാക്കുക എന്നുള്ള അർത്ഥമാണ്. ഓർമ്മയോടെ വായിച്ചോളൂ. Come about. Come about. Occur and happen. Happen. അത് തന്നെയാണ്. ഓക്കെ അത് തന്നെയാണ് രമ്യ. യെസ്. കം എബൌട്ട്. ഒക്കർ. എന്താ ഒക്കർ എന്ന് പറഞ്ഞാല് സംഭവിക്കുക. ഹാപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക എന്നത് തന്നെയാണ്. കം എബൌട്ട് മീൻസ് ഹാപ്പൺ, സംഭവിക്കുക. ഓക്കെ. യെസ്. വെരി ഗുഡ്. ഓക്കെ. വളരെ മനോഹരം. ഇനി ഒരാളും കൂടെ അന്നേരത്ത് ഇദ്ദേഹത്തിന് കൂടെ പറഞ്ഞില്ല, ഞാൻ എന്ന് പറഞ്ഞില്ല. അതാരായിരുന്നു? ഞാൻ സർ. പറഞ്ഞോളൂ. കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്. കം അക്രോസ് മീറ്റ് ബൈ ചാൻസ് എന്ന് വെച്ചാൽ എന്താർത്ഥം? സർ മലയാളത്തിൽ പറയാൻ അറിയില്ല സർ. പറഞ്ഞു നമുക്ക് നോക്കാം. പിടിക്കണമല്ലോ. മീറ്റ് കണ്ടുമുട്ടുക. മീറ്റ് ബൈ ചാൻസ് യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുക കേട്ടോ. മീറ്റ് ബൈ ചാൻസ് യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുക എന്ന് പറയില്ലേ. നമുക്ക് കാണാൻ വേണ്ടി പോയതല്ല, എന്നാലും യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് കം അക്രോസ് എന്ന് പറയാം. ഐ കെയിം അക്രോസ് മൈ ക്ലാസ്മേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ യാദൃച്ഛികമായിട്ട് കണ്ടു. യെസ്. ഓക്കെ. സർ ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ പറഞ്ഞോളൂ. സർ കോഇൻസിഡൻസും ഇതും സെയിം അല്ലേ? ശരിയാണ്. അത് നമ്മളിവിടെ പറയുന്നത് ഫ്രൈസൽ വെർബിനെ കുറിച്ചാണ്. അപ്പൊ ഫ്രൈസൽ വെർബ് എന്ന് പറയുമ്പോ ഓക്കെ ഷഹാന കറക്റ്റ് ആണ്. പ്രതീക്ഷിക്കാതെ. ഓക്കെ. ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വാക്കുകളുണ്ടാവും. 2 2 കൂടുതലോ വാക്കുകളുണ്ടാവും. അതാണ് എന്റെ പ്രത്യേകത. നമ്മൾ തുടക്കത്തിൽ ലുക്ക് ആഫ്റ്റർ പറഞ്ഞില്ലേ. യെസ്. കോയിൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ വേർഡേ ഉള്ളൂ. അപ്പൊ അത് ഫ്രൈസൽ വെർബ് ആവൂല, വെർബ് മാത്രം. ഓക്കെ. അടുത്ത വായിച്ചോളൂ. കം ബൈ, ഒബ്റ്റെയിൻ എന്ന് പറഞ്ഞാല് നേടുക കേട്ടോ. ഒബ്റ്റെയിൻ മീൻസ് നേടുക. ഓക്കെ. അടുത്തത് എന്ത് സർ? നേടുക. എനി ഇംഗ്ലീഷ് വേർഡ് സർ? വിൻ. ഓക്കെ. കം ടു. കം അറൗണ്ട്, ബിഗിൻ ടു. അതിന്റെ അർത്ഥം പറയാം. ഓക്കെ. കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഓക്കെ ഷാനാന. അപ്പൊ നോക്കിയേ. കം around that means 23 that means came. Come. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി. The bill came to. Come to എന്ന് പറഞ്ഞാൽ past tense. അപ്പൊ that means mounted to ₹200 രൂപയായി ബിൽ തുക കണ്ട. വരിക, ആവുക എന്നൊക്കെയാണ് എന്റെ അർത്ഥം. യെസ്. അടുത്ത വായിച്ചോളൂ. നെക്സ്റ്റ് വായിച്ചോളൂ. കം അറൗണ്ട്. കം റൗണ്ട് സർ. പേജ് അത് എന്തോ പ്രോബ്ലം ആയതുകൊണ്ട് സർ ഇത് സ്ക്രീൻ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കുണ്ടോ പ്രോബ്ലം? ഇല്ല സർ, എനക്ക് എന്തോ പ്രോബ്ലം ആവുന്നുണ്ട് സർ. സോറി. നോ പ്രോബ്ലം. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ശരി. ഇത് ഒരു മിനിറ്റ്. അപ്പൊ നമ്മളിപ്പോ 23 വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. 24 ഞാൻ വായിക്കുകയാണ്. കം അറൗണ്ട്. കം അറൗണ്ട് എന്ന് പറയുമ്പോൾ ടു ബിഗിൻ, ടു അക്സെപ്റ്റ്. ബിഗിൻ, സ്റ്റാർട്ട്. അക്സെപ്റ്റ്, കം റൗണ്ട് അല്ലേ? എന്തോ 24ാമത്തെ കം റൗണ്ട് എന്നാ കൊടുത്തേക്കണേ. കം റൗണ്ട്. ഓക്കെ. ഞാൻ അറൗണ്ട് എന്നാണല്ലോ പറഞ്ഞത്. യെസ്. അടുത്തത് 25. കട്ട് അക്രോസ്. കട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ്. ഈ വേർഡ് ഇടയ്ക്കിടയ്ക്ക് ടിവിയുടെ ഒക്കെ എഴുതി കാണിക്കാനുള്ള വാക്കാണ്. സോറി ഫോർ ഇന്ററപ്ഷൻ. അർത്ഥം പറഞ്ഞില്ല. കം റൗണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം
സ്വീകരിക്കുവാൻ ആരംഭിക്കുക, ബിഗിൻ ടു അക്സെപ്റ്റ് അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ തുടങ്ങുക എന്നർത്ഥമുണ്ട്. ആ ഓക്കെ 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 ശരിയാണ് രമ്യ. ഓക്കെ 25 കട്ട് അക്രോസ് ഇന്ററപ്റ്റ് ദാറ്റ് മീൻസ് തടസ്സം. തടസ്സം. ഓക്കെ 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 തടസ്സം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേട്ടോ. തടസ്സം 25. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഷഫീന CS പറഞ്ഞോളൂ ഷഫീന, അടുത്ത് വായിച്ചോളൂ. 26 പോലെ വായിച്ചോളൂ. Cut down, കട്ട് ഡൗൺ. meaning disconnect. ഓക്കെ കട്ട് ഡൗൺ ഡിസ്കണക്ട് ആക്കാം, റെഡ്യൂസ് കുറയ്ക്കുക, ഇല്ലാതെ ആക്കുക. ഓക്കെ ഓക്കെ കട്ട് ഡൗൺ. കട്ട് ഡൗണിന്റേത് മീനിങ് വേറെ കൊടുത്തേക്കണേ, കട്ട് ഓഫിന്റെ ഡിസ്കണക്ട് പറഞ്ഞേക്കണേ. 26 വായിക്കേ. 26 സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണാമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 26 വായിക്കും ഷഫീന. 26 Cut down, ടു റെഡ്യൂസ്. റെഡ്യൂസ് കുറയ്ക്കുക, കുറയ്ക്കുക. ഓക്കെ ഇനി അടുത്ത് 27 വായിക്കും. cut off, കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാല് disconnect, ബന്ധം വിച്ഛേദിക്കുക, ഡിസ്കണക്ട്. ഓക്കെ അടുത്തത് get on, ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ. ഓക്കെ make progress, മേക്ക് പ്രോഗ്രസ്. എന്താ പ്രോഗ്രസ് എന്ന് പറഞ്ഞാല് വളർച്ച. മേക്ക് പ്രോഗ്രസ് എന്ന് പറയുമ്പോ വളർച്ച ഉണ്ടാക്കുക, വളരുക കേട്ടോ. യെസ്. അടുത്തത് get over, ഗെറ്റ് ഓവർ. overcome, ഓവർകം എന്ന് പറഞ്ഞാല് ഞാൻ ഓവർകം ചെയ്ത് പരിഹരിക്കുക, അതിജീവിക്കുക. ഓക്കെ 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 ഓക്കെ. അടുത്തത് Get away. ഗെറ്റ് escape from, ഫ്രം എന്നാണ് അല്ലേ. എസ്കേപ്പ് ഫ്രം എന്നാണ്. എസ്കേപ്പ് ഫ്രം എന്ന് വായിക്കാം. എസ്കേപ്പ് ഫ്രം. എസ്കേപ്പ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്ഷപ്പെടുക. ഓക്കെ 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 രക്ഷപ്പെടുക. ഓക്കെ 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 ശരിയാണ്. ശരി എസ്കേപ്പ് രക്ഷപ്പെടുക. യെസ്. ഇനി അടുത്തത് മുബീന. മുബീന get through, 31 ഒടിക്ക് വായിച്ചോളൂ. ഗെറ്റ് ത്രൂ. pass, പാസ്. പാസ് എന്ന് വിജയിക്കുക, കടന്നു പോവുക എന്നൊക്കെയാണ് പാസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് you cannot get through an examination other than you work hard. Get ഓക്കെ up, ഓക്കെ. rise from bed. എക്സാമ്പിൾ ഒരു മിനിറ്റ് മുബീന, ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. യു കനോട്ട് ഗെറ്റ് ത്രൂ, നിനക്ക് പാസ്സാവാൻ കഴിയില്ല. ആൻ എക്സാമിനേഷൻ അതർ ദാൻ യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിൽ നിനക്ക് പാസ്സാവാനായിട്ട് കഴിയില്ല. അപ്പൊ അത് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, കുഴപ്പമില്ല. 32 32 Get up, ഗെറ്റ് അപ്പ്. rise from bed. നമ്മൾ പറയാറില്ല ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗെറ്റപ്പിന്റെ അർത്ഥം എന്താണ്? എഴുന്നേൽക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് ഗെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കസേരയിൽ ഇരുന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഓക്കെ അടുത്ത് വായിക്കും. Give in, ഗിവ് ഇൻ. അതിന്റെ അർത്ഥം വായിക്കും. give in, surrender, സറണ്ടർ ഓർ കീഴടങ്ങുക. ഇതാണ് സറണ്ടർ ചെയ്യാന്ന് പറയാറില്ല, കീഴടങ്ങുക. സറണ്ടർ. 34 give up, stop, സ്റ്റോപ്പ്. ഗിവപ്പിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. അറിയാൻ അർത്ഥം. അർത്ഥം കൂടിയുണ്ട്. ഉപേക്ഷിക്കുക കേട്ടാ. ഉപേക്ഷിക്കുക എന്നുള്ളതിന്
ഗീവ് അപ്പ് തന്നെ പറഞ്ഞു, ഉപേക്ഷിക്കുക. ഓക്കെ, അടുത്തത്. Give away. Distribute. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാല് വിതരണം ചെയ്യുക. വിതരണം ചെയ്യുക. ഓക്കെ, രമ്യ കറക്റ്റ് ആണ്. വിതരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുക. അപ്പൊ അതിന്റെ നൗണാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ 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 മുബീന നല്ല കൃത്യമായിട്ട് വായിച്ചു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രസിക പി എസ്, രസിക പി എസ്, രസിക yes sir. വായിച്ചോളൂ രസിക. 30 എത്ര പോലെ ഇനി വായിക്കേണ്ടത്? Give over. ഗീവ് ഓവർ. ഗീവ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗീവ് എന്ന് തന്നെയാണ്, നൽകുക, കൊടുക്കുക. യെസ്. അടുത്തത് Go through. ഗോ ത്രൂ എന്ന് വായിക്കും. THROUGH. ഗോ ത്രൂ. Go through. Examine carefully. കെയർഫുള്ളി. എക്സാമിൻ കെയർഫുള്ളി. മീനിങ് അതിൽ തന്നെ പറയില്ല. എക്സാമിൻ പരിശോധിക്കുക. കെയർഫുള്ളി ശ്രദ്ധയോടെ. അപ്പൊ ശ്രദ്ധയോടുകൂടി പരിശോധിക്കുക. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് Go after. ഗോ ആഫ്റ്റർ. Try to win something or someone. Chase. ട്രൈ ശ്രമിക്കുക. ടു വിൻ സംതിങ് വിജയിക്കാൻ ശ്രമിക്കുക, എന്തിലെങ്കിലും വിജയിക്കാൻ ശ്രമിക്കുക. ഓർ സമ്മൺ ചേസ് ആരെയെങ്കിലും പിന്തുടരുക, അതിനെയാണ്. ഓക്കെ, ഇത് അടുത്ത് തരാം. Look after. To take care. യെസ്. ഓക്കെ 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 ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്ക്. ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ. ഓക്കെ 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 ശരി. അടുത്തത് 40. വൺ മോർ. ഒന്നുകൂടി വായിക്കുക. യെസ്. Look for, search. ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാല് സെർച്ച്. സെർച്ച് എന്നൊരു മീനിങ് എന്താണ്? അന്വേഷിക്കുക കേട്ടോ. സെർച്ച് ചെയ്യാന്ന് കേട്ടില്ലേ? സെർച്ച്, അന്വേഷിക്കുക. ഓക്കെ 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 രസിക വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഇതിന്റെ അടുത്ത് അടുത്തത് ഒരാൾ ഞാൻ വായിക്കാന്ന് പറഞ്ഞല്ലോ. ഇതാരാണ്? ഓക്കെ, വായിക്കാന്ന് പറഞ്ഞോളൂ. വായിച്ചോളൂ. Make after. മേക്ക് ആഫ്റ്റർ. Run after. റൺ ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നാലെ ഓടുക അല്ലെങ്കിൽ ഫോളോ. ഓക്കെ രമ്യ കറക്റ്റ് ആണ്. മേക്ക് ആഫ്റ്റർ പിന്നാലെ, പിന്തുടരുക. ഓക്കെ 42 വായിക്കും. Make out. മേക്ക് ഔട്ട്. Understand. അണ്ടർസ്റ്റാൻഡ്. അത് അറിയാവുന്ന വാക്കല്ലേ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാല്? മനസ്സിലാക്കുക. ഓക്കെ രമ്യ കറക്റ്റ്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആയില്ല? ഇതാണ് പേര് സംബന്ധിച്ചിടക്കെ രമ്യ ഇവിടെ എഴുതി കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഓക്കെ രമ്യ എന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഡോണ്ട് വറി. അജിതയാണ്. ശരി പറഞ്ഞോളൂ. അത് അടുത്ത മേക്കപ്പ് ഫോർ അത്രയും വരെ മതി കേട്ടാ. നീ വേണ്ട. മേക്കപ്പ് ഫോർ. Make out. അതിന്റെ മീനിങ് വായിക്കും. Understand. Make up for the compensate. കോമ്പൻസേറ്റ്. ഇത് കോമ്പൻസേഷൻ. ആ വാക്ക് കേട്ടിട്ടില്ലേ? കോമ്പൻസേഷൻ വരുന്നത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കാറില്ലേ? എന്താണ് പരിഹാരം? ഓക്കെ ഓക്കെ നഷ്ടപരിഹാരം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് കോമ്പൻസേഷൻ. അപ്പൊ അതിന്റെ ഒരു വെർബാണ് കോമ്പൻസേറ്റ്. പരിഹരിക്കുക, പരിഹരിക്കുക. യെസ്, നഷ്ടം പരിഹരിക്കുക. യെസ്. നെക്സ്റ്റ് വായിച്ചോളൂ അജിത. Pass away. പാസ് എവേ എന്ന് പറഞ്ഞാൽ മരിക്കുക. ഓക്കെ 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 45. Pass over. പാസ് ഓവർ. Die or ignore. ഇടക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഗ്നോർ എന്നാണ്. ഇഗ്നോർ എന്ന് പറയുന്നത് ഒഴിവാക്കുക, അബാൻഡ്. തള്ളിക്കളയുക. ഓക്കെ രമ്യ, തള്ളിക്കളയുക, ഒഴിവാക്കുക എന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ 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 രമ്യ. രമ്യ
സാർ വായിച്ചത് അജിതയാണ്, ഞാൻ തന്നെയാണോ വായിക്കണ്ടേ? ആ രമ്യ വായിച്ചാണ്, വായിച്ചില്ലല്ലോ. ഇല്ല ഇല്ല സർ, വായിക്കാം. 5 ക്വസ്റ്റിന്റെ വീതത്തിന്റെ ഒരു പാക്കറ്റാണ് രമ്യുണ്ട്. അനീഷാണോ അതോ രമ്യാണോ? ഇപ്പൊ നമുക്ക് ഇപ്പൊ എപ്പോഴും അർത്ഥം എഴുതിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? താഴെ അർത്ഥം എന്താ സർ? എഴുതിക്കൊണ്ടിരുന്നത് താഴെ ഞാനാണ്, രമ്യാണ്. രമ്യ. എന്നാ പറഞ്ഞോളൂ. ആ രമ്യ വരട്ടെ. രമ്യയുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് എന്താ പറയാ അർത്ഥങ്ങൾ തിളച്ചു മറിയുകയാണ്. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു വെക്കാൻ ഒരു പാത്രം കൊടുത്തു കഴിഞ്ഞാൽ രമ്യ എന്ത് ചെയ്യും? കുറച്ച് നേരം ഒഴിച്ചു. യെസ്, ഓക്കെ രമ്യ പറഞ്ഞോളൂ. പുട്ട് എറോസ്. പുട്ട് എക്രോസ് ആണ്, പുട്ട് എക്രോസ് ആണ്. എക്രോസ് ആണല്ലേ? കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി. കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി പറഞ്ഞോളൂ. എന്താ അതിന്റെ മീനിങ്? ആശയവിനിമയം നടത്തുക. വിജയകരമായി ആശയവിനിമയം ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് വിനിമയം ചെയ്യുക. യെസ്, അതാണ് പിന്നെ പുട്ടിൻ, ടു മേക്ക് ഇൻ ആക്ഷൻ. ടു മേക്ക് ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നത് പ്രവൃത്തി. ടു മേക്ക് ആൻ ആക്ഷൻ, നടപടി, പ്രയോഗിക്കുക, നടപ്പിലാക്കുക, നടപ്പിലാക്കുക. ഓക്കെ 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 ഓക്കെ. അടുത്തല്ലേ ആ പോസ്റ്റ്പോൺ ഉള്ളത് POIN ഫോണല്ല, PHOIN ഫോണല്ല, POIN ഫോണാണ് കേട്ടോ. പോസ്റ്റ്പോൺ അത് ഒരുമിച്ചുള്ള വാക്കാണ്. പുട്ട് ഓഫ്. എന്താ സർ? അടുത്ത പുട്ട് ഓഫ് എന്നുള്ള മീനിങ് പോസ്റ്റ്പോൺ എന്നുള്ള PH ഇല്ല, പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ മാറ്റി വെക്കുക എന്നല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മാറ്റി വെക്കുക, നീട്ടി വെക്കുക, പോസ്റ്റ്പോൺ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. പുട്ട് ഓൺ, വെയർ, ധരിക്കുക. പുട്ട് ഓൺ എന്ന് വെച്ചാല് ധരിക്കുക അല്ലേ? ഓക്കെ അല്ലേ? പുട്ട് ഓൺ, വെയർ വെയർ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. അടുത്തത് പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്. She put out the light and went to bed. അവിടെ സിനിമ തിയേറ്ററിലൊക്കെ പോയി കഴിയുമ്പോ ആ സിനിമ തിയേറ്ററിൽ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ എടുത്തു കളയുക എന്നാണ്. ഒരു ചുവന്ന ബക്കറ്റ് മേലെല്ലാം നിന്ന് ഇത് എഴുതി വെച്ചേക്കണ കണ്ടതാണ്. പിന്നെ പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഒരു ചെറിയൊരു സിലിണ്ടർ കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ അടിയിലൊക്കെ ഈ വാക്കാണ് എക്സ്റ്റിംഗ്വിഷ്. അത് ഒഴിവാക്കുക. ഇല്ല, ഫയർ ആൻഡ് സേഫ്റ്റി വേണ്ടി വരുന്നൊരു പേരാണത്. എടുത്തുക. എടുത്തുക എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എടുത്തുക എന്നല്ല, തീയൊക്കെ പിടിച്ച് എടുത്തുക എന്നുള്ളതാണ് കേട്ടോ. എടുത്തുക. വോയിസ് ക്ലിയർ ഇല്ല സർ, വോയിസ് ക്ലിയർ ഇല്ല. എല്ലാവർക്കും അതുപോലെ തന്നെയാണ് നോക്കിയേ. എല്ലാവർക്കും അതുപോലെ തന്നെയാണോ? അതെ അതെ അതെ. രണ്ടൂന്ന് മൈക്ക് ഓൺ ആവുമ്പോ അങ്ങനെ വന്നതാ സാറേ. ഓ യെസ് 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 യെസ്. മറ്റു മൈക്കുകൾ ഓൺ ആവുമ്പോ അങ്ങനെ വരുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ 50 എണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 50 എണ്ണം അവിടെ നിൽക്കട്ടെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ 50 എണ്ണം നമ്മൾ പറഞ്ഞു, അത് അവിടെ നിൽക്കട്ടെ. യെസ്. നമ്മൾ അടുത്തൊരു വേറൊരു സംഗതിയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു രസകരമായ 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ നിങ്ങൾ അതിന് വളരെ രസകരമായിട്ട് മറുപടി പറയുന്നു. ഇതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. യെസ്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ചോദിക്കാനായിട്ട് എല്ലാവർക്കും. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള മാർക്കൊക്കെ നമുക്ക് രേഖപ്പെടുത്താം. യെസ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പശുവിനെ കുറിച്ച് 10 വാചകം എഴുതുന്ന ഒരു കഥ പറഞ്ഞതല്ലേ? പറഞ്ഞതാണോ? ഇല്ല ഇല്ലേ? പറഞ്ഞതാണോ അഞ്ജു? യെസ്. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക. അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം കയറി വരുന്നത്. മ്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ കേൾക്കുക. കഥ വേറെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അഭിരാമി ഓക്കെ.
അതൊന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് പശുവിനെ കുറിച്ച് 10 വാചകം എഴുതാനായിട്ട് ടീച്ചർ ഒരു ചോദ്യം കൊടുത്തു കുട്ടിക്ക്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ കുട്ടി ആദ്യം എഴുതി വെച്ചു പശുവിനെ കുറിച്ചുള്ള വാചകം. രാവിലെ 6 മണിയാകുമ്പോൾ എന്റെ അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങിൽ കിട്ടുന്നു. ഫസ്റ്റ് വാചകം. രണ്ടാമത്തെ വാചകം വന്നു, നടത്തില്ലേ? അഭിരാമി അഭിരാമി സാറേ അഭിരാമി മൈക്ക് മ്യൂട്ടാക്കിയൊന്ന് നോക്കിയിട്ട് സാറ് പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ. അഭിരാമി അറിയാണ്ട് ഓണാക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചോദ്യം ഇതായിരുന്നു. അപ്പൊ ചോദ്യം അതായത് 10. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞു വെച്ചാൽ മതി, എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ക്ലാസ് ആകുമ്പോൾ ഇത് റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓണാക്കി വെക്കുന്നത്. യെസ്. അപ്പൊ അതുകൊണ്ടാണ് പറ്റുന്നത്. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ററാക്ഷനുള്ള വേണ്ടത്. ഓക്കെ. യെസ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു. 10 വരി പശുവിനെ കുറിച്ച്. അപ്പൊ ഫസ്റ്റ് വരി എഴുതി, രാവിലെ തന്നെ 6 മണിക്ക് അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങ് കിട്ടുന്നു. രണ്ടാമത്തെ വാചകം, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. 3, തെങ്ങിന്റെ മുകളിൽ ഓലമടങ്ങ്, തേങ്ങ എന്നിവയുണ്ട്. 5, അടുത്ത വാചകം, ഇതിൽ നിന്ന് ചകിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത വാചകം, ഇത് ഇന്ത്യക്ക് ധാരാളം വിദേശ നാണ്യം നേടിത്തരുന്ന സംഗതിയാണ്. പിന്നെ അങ്ങനെ കയറുണ്ടാക്കുന്നതൊക്കെ എഴുതി. 10ാമത്തെ വാചകം, വൈകുന്നേരം 6 മണിയാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. അപ്പൊ രാവിലെ അവിടെ നിന്ന് അഴിച്ച് തെങ്ങിൽ കെട്ടുന്നു, ഇവിടെ നിന്ന് അഴിച്ച് വൈകുന്നേരം കൊണ്ട് കിട്ടും. അത് 2 വാചകമാണ് പശുവിനെ കുറിച്ചുള്ളൂ. ബാക്കിയുള്ള 8 വാചകങ്ങൾ അതിൻ്റെ ഉള്ളിൽ തെങ്ങിനെ കുറിച്ചാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളാണ് ടീച്ചർ. ഇങ്ങനെ എഴുതിയ കുട്ടിക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 10 മാർക്കുകളുടെ ചോദ്യമാണ്. ടൈപ്പ് ചെയ്താൽ മതി. പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി കിടന്ന് ബഹളുണ്ടാക്കി എല്ലാവരും ഓണാക്കും. യെസ്, പറഞ്ഞോളൂ. എത്ര മാർക്ക് കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കും? ആരും മാർക്കൊന്നും കൊടുക്കില്ലേ? യെസ്. ഷഫീന 9 മാർക്ക്, രക്ഷ 8 മാർക്ക്, ശിരിഷന് 8 മാർക്ക്, ഷഹാന 8 മാർക്ക്, അമീഷ് 3 മാർക്ക്, ജുഫീന 7 മാർക്ക്, ലിൻഡു 7 മാർക്ക്, വൈഷ്ണവി 9. ഓക്കെ. ഞാൻ നോക്കട്ടെ. മുബീന 2 മാർക്ക്. പിശുക്കത്തിയാണല്ല. രമ്യ പറയുന്നത് നോ മാർക്കില്ല. അഞ്ജന 2. ഓക്കെ. അപ്പോ അപർണ അറ്റംപ്റ്റ് ചെയ്തതിന് 1 മാർക്കില്ല. ഓക്കെ ഷഹാന. ഓക്കെ. നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. ഇത് നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് അല്ലെ? ഓക്കെ. ലിറ്റി 2 മാർക്ക്. 2 പോയിന്റ് എഴുതിയിട്ടുള്ളൂ, അതിന്റെ പേരിൽ 2 മാർക്ക്. പിന്നെ 1 മാർക്ക് കൊടുത്ത ആള് ചിന്തിച്ചെന്താണ്? മാർക്ക് കൊടുക്കാനില്ല, പിന്നെ അവൻ ഉത്തരം എഴുതാൻ ശ്രമിച്ചില്ലേ? ആ ശ്രമത്തെ ഞാൻ കണ്ടിരുന്ന് വെക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1.5 മാർക്ക് കൊടുക്കും. ഓക്കെ. അപ്പൊ ചോദ്യം ആ പയ്യനെ കറക്റ്റ് പിടികിട്ടാഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ. ചോദിച്ച ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അത് എന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഞാനോ ആരോടെങ്കിലും ആയിക്കോട്ടെ, പറയുന്നത് പിടികിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. all these questions come from ഓണം. ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതൊരു മാർക്ക് പോലെ നമുക്ക് ഏർപ്പെടും. 10 മിനിറ്റിന്റെ ഒരു പ്രസന്റേഷൻ. ഓക്കെ. Question number 1. Which state is known as for the festival of Onam? Which state is known as? Okay. Aditya, Amisha, Vaishnavi, Shafina, Anjana, Gladys, Adila. Okay. Shahana. Okay. Needu, Lindu. Okay. Ramya. Correct answer. Okay. You are intelligent.
young, energetic, and intelligent. Okay. Ready. Okay. ശരിയാണ്. I go to the second question. Okay. Okay. ഇനി ആദ്യത്തെ ചോദ്യത്തില് ഉത്തരം വേണ്ട. Okay, കിട്ടി. Okay. സമയം പോകുന്നതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. The name of the king associated with the legend of Onam. The name of the king. Okay, Srilakshmi. Okay. Okay. Vaishnavi, Adira, Anjana, Shafina, Nasrina, Noora, Sinu. Okay. Very good. Correct now. Yes. Very good. Simple. Now I come to the third question. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. Yes, ചോദ്യം ഇതാണ്. Which month in Malayalam calendar does Onam fall under? Which month in Malayalam calendar does Onam fall under? Srilakshmi, okay. Sinu, Vaishnavi, Jasna, Shafina, Anjana, Aditya, Tasnina, Anjana, Vindam, Lindu, Ramya, Adira, Noora, Sia. Okay. Correct answer. Very good. I go to the fourth question. Which avatar of Vishnu is associated with the legend of Onam? Which avatar of Vishnu is associated with the legend of Onam? Okay, Srilakshmi, okay, Jasta, okay, Anjana, Vaishnavi, Lindu, Ramya, Sinu, Ansi, Shohina, Adira, Shafina, Tasneem, Daya, Srilakshmi. Okay. Yes. Okay. Very good. I go to the fifth question. Yes. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായ സംഗതി പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. Okay. നമ്മുടെ മൈക്രോഫോൺ ഓഫ് ആയി കഴിഞ്ഞപ്പോ കറക്റ്റ് ആയില്ലേ? യെസ്, ചോദ്യം ഇതാണ്. The traditional floral, FLORAL, the traditional floral decoration made during Onam of, okay, Naomi is called dash. Naomi, okay. Okay, Anjana. Okay, Jasna. Okay, Shafina, Anjana, Noorisha, Noora. Okay. Correct answer is okay, Vaishnavi. Correct. Pookalam. Okay. Traditional floral decoration. Yes. അടുത്ത ചോദ്യം ഇതാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്. The traditional feast, FEAST, feast served during Onam is known as dash. The traditional feast served during Onam is known as dash. Okay, Needu. Okay, Naomi, Sindhu, Amisha, Aditya, Shodima, Soumya, Anjana, Vaishnavi, Jasna, Lindu, Lizia, Noorisha, Srilakshmi, Anjana, Ramya. Okay. Correct. Okay, very good. നിങ്ങൾ നിസ്സാരക്കാരല്ല കേട്ടോ. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സത്യ, കറക്റ്റ് ആൻസർ. How many days does Onam traditionally celebrated? How many days does Onam traditionally celebrated? Okay, Naomi, Srilakshmi, Lindu, Needu, Vaishnavi, Anjana, Aparna, Ramya, Resha, Soumya, Jasna, Srilakshmi, Dasni, Ramya, Anisha. Okay, correct. Okay, your answer is correct. Next question. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. The dance form
popularly performed by women during Onam is dash. The dance form popularly performed by women during Onam is dash. Okay, Naomi, Srilashmi, Vaishnavi, Jefina, Ansi, Lindu, Aditya, Nurisha, Anchana, Aparna, Srilashmi, Sarga, Nimmi, Gladys, okay, Nidu, Shomia, Reshnarius, Tasneena, Mujib, okay, correct, Dirivada. Okay, very good, okay. ഞാനിതൊക്കെ ചോദിച്ചത് ഭയങ്കര സിമ്പിളായ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആദ്യം ഒന്ന് എന്റെ ഒപ്പം കൂടെ കൂട്ടിയതാണ്. ഓക്കെ, യെസ്. അടുത്തത് ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദ മോസ്റ്റ് കൺസ്യൂംഡ് CONSUMED, the most consumed fruit during Onam season is dash. The most consumed food during Onam. Tasneema, Naomi, Nurisha, Needu, Anchana, Shafina, Ashograj, Shahana, Akida, Tasni. Okay. ഇതിനകത്ത് കുറച്ച് പേർക്ക് മാറ്റി വന്നിട്ടുണ്ട്. ബനാനയാണ് ആൻസർ കേട്ടോ. ബനാന. പഴം പുഴുങ്ങിയതില്ലാത്തൊരു ഓണമില്ല. യെസ്. ഓക്കെ, വെരി ഗുഡ്. Yes. Next question. The previous day to Tiruvanam is known as dash. The previous day to Tiruvanam is known as dash. Silsha, okay, Srilashmi, Needu, Shami, Aditya, Anchana, Shonima, Minu, Soumya, Noora, Lindu, Anjana. Okay. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. Okay, correct ആണ്. Okay, correct ആണ്. Yes. Next question. ഉത്തരാണോ? Yes. The term TERM, term, ശ്രദ്ധിച്ചോളൂ. The term used for new clothes worn, WORN, worn during Onam. The term used for new clothes. Okay, Naomi speed under. Silsha, Aditya, Sinu, Shahina, Tasneena, Srilashmi, Needu, Shonima, Anjana, Noora, Vaishnavi, Anish, Srilashmi, Madhu. Okay. The answer is Onakodi. ഉത്തരം എന്തായിരുന്നു? ഓണക്കോടിയാണ്. അടുത്ത ചോദ്യം കുറച്ച് നീളമുള്ളതാണ്, ശ്രദ്ധിക്കുക. Which art form performed during Onam involve dances painted as leopards and tigers? Which art form? Okay, Jasna. Okay, Soumya, Silsha, Gladys, Naomi, Desiga, Aditya, Demya, Vaishnavi, Shonima. Okay. Srilashmi, Nurisha, correct. Yes. Okay. Next, about Kaduvagali, Puligali, Nagaparai. Okay. Then I come to the last question. The traditional song, 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 sung, SUNG, sung during Vallangali is known as dash. Okay, Salisha. Okay, Naomi. Okay, Soumya. Okay, Amisha. Okay, Srilashmi, Gladys, Anchana, Onassis, Tasneem. Okay. Very good. Okay, very good. അപ്പോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വഞ്ചിപ്പാട്ട് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, വഞ്ചിപ്പാട്ട്. വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. ഞാൻ വളരെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു 13 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ 13 ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിലും ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാനായിട്ടുള്ള സമയം എനിക്ക് തന്നില്ല. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ്. ഓക്കെ, ഇത് നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി പിടിക്കും. അതിപ്പോ നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ആദ്യം ഉത്തരം എഴുതുന്ന 3 പേരൊക്കെ ആയിരിക്കും നമ്മളിവിടെ മാർക്ക് രേഖപ്പെടുത്തുക. ആദ്യം ഉത്തരം എഴുതുന്ന 3 പേർക്ക്, ബാക്കിയുള്ളവർക്ക് പറയാം. ഫസ്റ്റ് 3 പേരുടെ നമ്മൾ ഉത്തരം രേഖപ്പെടുത്തുന്നു, അവർക്കാണ് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് പുറകിൽ വരും. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ 50 എണ്ണം വരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ പറയാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. Till then, bye. Okay. Thank you, sir. Thank you. Okay. Ramya. Thank you, sir. Thank you, sir. Okay. Thank you, sir.